ഒരു നല്ല കിസ്സ പറയാം, കിസ്സുകൾ പാടാം, കിശലുകൾ മൂളാം. അരുമപ്പൂ നബിയുടെ കൺമണി ഫാത്തിമത്തിൻ കഥയാ. അലിയാര് തങ്ങളും പിന്നെ വാരിസി എന്ന സ്വഹാബിയുമുണ്ട്. ആനന്ദ തുന്തിലമാവും മന്ദിയ ചരിതമിതാ. ഞങ്ങളൊരു കൊച്ചു കഥാപ്രസംഗം ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. കഥയിൽ മഹാനായ അലിയാർ തങ്ങളും ആരംഭ നബിയുടെ പൊന്നോമനപുത്രി ഫാത്തിമത്ത് സുഹറയുമാണ് കഥയിലെ മുഖ്യ കഥാപാത്രങ്ങൾ. കഥയുടെ വെച്ച് മഹാനായ സൽമാൻ ഫാരിസി വരുന്നുണ്ട്. എന്നാൽ കഥ തുടങ്ങട്ടെ. ഒരു ദിവസം ഫാത്തിമ ബീവി തന്റെ അൽമത്തമാരനെ വിളിച്ചിട്ട് പറഞ്ഞു, കൊതിയുണ്ടല്ലോ കൽബിൽ പൂതിയുണ്ടല്ലോ, റുമാൻ പഴം തിന്നുവാൻ ഉള്ളിൽ കൊതിയുണ്ടല്ലോ. കൊതിയുണ്ടല്ലോ ഉള്ളിൽ കൊതിയുണ്ടല്ലോ, റുമാൻ പഴം തിന്നുവാൻ ഉള്ളിൽ കൊതിയുണ്ടല്ലോ. പണമില്ലല്ലോ മുത്തേ പണമില്ലല്ലോ, റുമാൻ പഴം വാങ്ങുവാൻ കയ്യിൽ അണയില്ലല്ലോ. വല്ലാത്ത ബോധിയുണ്ട്. എനിക്കറിയാം തങ്ങളുടെ പക്കൽ പണമൊന്നുമില്ലെന്ന്. വിഷമിക്കേണ്ട. ഉപ്പ ഇന്നലെ വന്നപ്പോൾ എനിക്ക് 4 തന്നിട്ടുണ്ട്. അതുകൊണ്ട് റുമാൻ കിട്ടുമായിരിക്കും. അങ്ങ് ചന്തയിൽ പോയി എനിക്കതൊന്ന് വാങ്ങിച്ചു തരണം. 4 എൻ കയ്യിലുണ്ട് മുത്തേ, നല്ല റുമാനൊന്ന് വാങ്ങിയിടണം. കൊതിയൊന്ന് മാറ്റിയിടണം. പൂമാരൻ ചന്തയിൽ പോയി വരണം. ഫാത്തിമ ബീവിയിൽ നിന്ന് പണം വാങ്ങിച്ച് അലിയാർ ചന്തയിലെത്തി. നല്ല മൂത്തുപഴുത്ത റുമാൻ അലിയാർ കടയിൽ നിന്ന് വാങ്ങിച്ചു. ഇത് മതി, നല്ല മധുരം കാണും. ഫാത്തിമാന്റെ കൊതി മാത്രമല്ല, വിശപ്പും മാറും. സന്തോഷത്തോടെ അടിപൊളി ഹൈദർ തിരിച്ചു നടക്കാൻ ഭാവിക്കവേ അതാ പിന്നിൽ നിന്നൊരു ശബ്ദം. തരണം കാണീവോരെ നിങ്ങളെണീക്കെന്റെ പശിമാറ്റാനുള്ള വിഭവം തന്നെ. ദിവസങ്ങളോത്തിരി അന്നത്തിൻ നീര് കുടിച്ചിട്ടന്നേ. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു യാചകൻ അലിയാരുടെ നേരെ കൈനീട്ടിട്ട് പറഞ്ഞു, വല്ലതും തരണം. 4-5 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. അല്ലാഹുവിനെ വിചാരിച്ച് വല്ലതും തരൂ. അലിയാർ അന്തിച്ചു നിന്നു. പിന്നെ മുന്നും ആലോചിച്ചില്ല. കയ്യിലുണ്ടായിരുന്ന റുമാപ്പഴം അദ്ദേഹത്തിന് കൊടുത്തു. ജീവൻ നിലനിർത്താനായി കൊടുത്തല്ലോ, ജീവന്റെ ജീവായ നാരി ക്ഷമിക്കോലോ, നാളെ സുവർഗത്തിൽ കൂലി ഉറപ്പാണ്. ഇനി ഫാത്തിമയോട് എന്ത് പറയും? അതായി അലിയാരുടെ ചിന്ത. അവളെ ക്ഷമിക്കും, സഹിക്കും. കാരണം അവൾ റസൂലുള്ളാഹിന്റെ പുത്രിയാണ്, പൊന്നോമന പുത്രി. അലിയാർ വീട്ടിലെത്തി. ചന്തയിലുണ്ടായ അനുഭവം ഫാത്തിമ ബീവിയോട് പറഞ്ഞു. പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു ബീവിയുടെ മറുപടി. പൂതി മാറി മാരനെ ആദി വേണ്ട നാരനെ തിന്നിടുവാൻ ആശയില്ലല്ലോ. റുമാൻ തിന്നിടാതെ തന്നെ കൊതി മാറിപ്പോയല്ലോ. തിന്നിടം ഇനി തിന്നിടം സുവർഗലോകത്തിന്ന്, വന്നിടം ഇനി വന്നിടമേതിച്ചാരെ നിന്ന്. താങ്കൾ ആ റുമാപ്പഴം ആ യാചകന് കൊടുത്തതോടെ എന്റെ എല്ലാ ആഗ്രഹവും ഇല്ലാതായി. ഇനി അതേക്കുറിച്ച് താങ്കൾ ആദ്യ പിടിക്കേണ്ട. അങ്ങനെ 13 സല്ലാപങ്ങളുമായി ആ യുവവിവരങ്ങൾ സമയം പോക്കവേ അതാ വീട്ടുപടിക്കൽ നിന്നൊരു സലാം. അസ്സലാമു അലൈക്കും. സലാം അടക്കി അലിയാർ പുറത്തിറങ്ങി. അവരെ കണ്ട് പുഞ്ചിരിച്ചു. ആരായിരുന്നു അയാൾ? എവിടുന്നായിരുന്നു അയാൾ? ദിക്കായ ദിക്കൊക്കെ ഹക്കാം ദീനെ തേടി യാത്ര നടത്തിയ ധീരനാ. ഖന്തക്ക് യുദ്ധത്തിൽ തന്ത്രം മേനഞ്ഞുള്ള സൽമാനുൽ ഫാരിസി താരമാ. ദീൻ ഇസ്ലാമിനെ തേടി തീർത്ഥയാത്ര നടത്തിയ പേർഷ്യക്കാരൻ സൽമാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി കുടുംബത്തിന്റെ ഉത്തമ സുഹൃത്ത് സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ക്ഷണിച്ചു. ഫാത്തിമ ബീവി കത്തിന് വേണ്ടി മറഞ്ഞു നിന്നു. ഉപചാരങ്ങൾക്ക് ശേഷം സൽമാൻ തന്റെ പാണ്ഡം അടിച്ചു. അതിൽ നിന്നൊരു പൊടിയെടുത്തു. എന്നിട്ട് അലിയാരുടെ നേരെ നീട്ടി. എന്നിട്ട് പറഞ്ഞു, പൊന്നാരനബിയുടെ പൊന്നോമന സൽമാന്റെ സമ്മാനം. കെട്ടുകഴിച്ചത് നേരം പൊതിയൽ മുട്ടൻ ബ്രഹ്മാനം പതിപതിയൽ അലിയാർ ഫാത്തിമ സന്തോഷത്താൽ നാടനെ മാറ്റി.
حمدا لله شكرا نعمة نشكر سبحان الله. തണുക്കപ്പെട്ട പൊടിയിൽ 30 മൂത്ത പഴുത്ത റൊമാൻ പഴങ്ങളായിരുന്നു. പഴങ്ങളുടെ അലി ഫാത്തിമ ദമ്പതികൾക്ക് സന്തോഷത്താൽ മനം നിറഞ്ഞു. രാവിലെ ഒന്ന് കൊതിച്ചു, ഇപ്പോൾ കിട്ടിയതോ 9 എണ്ണം. പക്ഷേ ഒരു നിമിഷം അലിയാരുടെ മനസ്സിൽ എന്തോ ഒഴുകി. അദ്ദേഹം പൊതി നിലത്ത് വെച്ചിട്ട് സൽമാനോട് ചോദിച്ചു, തന്നീടു വന്നോടെ സൽമാനോരെ, തരണം നിങ്ങൾ 10 റുമ്മാൻ നേരെ. 9 പറ്റില്ല 10 വേണം, 1 കുറഞ്ഞാൽ സബബ് വേണം. സൽമാൻ, ഇത് 9 ഉള്ളൂ, ഞങ്ങൾക്ക് 10 എണ്ണം വേണം. ശരിയാ, 10 എണ്ണം തികച്ചും വേണം. സൽമാൻ റളിയല്ലാഹു അന്തം വിട്ടിരിക്കുകയാണ്. ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യത്തെ മര്യാദ എന്ന രീതിയിൽ വർണ്ണിച്ചതാണ് റൊമാൻ പഴം. എണ്ണി നോക്കിയില്ല, 9 ഉള്ളൂ. 10 എണ്ണം കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. ഞാനിവരോട് ഏറ്റിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എന്താ ഇവരിങ്ങനെ? 10 കുറഞ്ഞാൽ പറ്റില്ലെന്നോ 10 കുറഞ്ഞാൽ ഏറ്റില്ലല്ലോ. കിട്ടിയ പഴം അത് വെച്ചോ നിങ്ങൾ, പൊട്ടിയതല്ല പഴുത്തതുമല്ല. പക്ഷേ അലിയോ ഫാത്തിമയോ സമ്മതിച്ചില്ല. അവർക്ക് 10 എണ്ണം കിട്ടാമതുമായി. അലി റളിയല്ലാഹു പറഞ്ഞു, തന്റെ പാഠം ഒന്നുകൂടി പറഞ്ഞു നോക്കൂ. സൽമാൻ റളിയല്ലാഹു തന്റെ പാഠം ഒന്നുകൂടി പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും ഒരു റുമാൻ കൂടി കിട്ടി. അത്ഭുതസ്ഥനായ സൽമാൻ റളിയല്ലാഹു അവരോട് ചോദിച്ചു, ഇതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു? ഒരു നന്മ ചെയ്തിടുകിൽ ഹസനത്ത് 10 ഇരട്ടി കിട്ടുമെന്നോ റസൂല്. ഒരു റുമാൻ നൽകി ഞങ്ങൾ കാത്തിരിപ്പാട് ഫലം കിട്ടണം 10 റുമാന്. ഒരു നന്മ ചെയ്തിടുകിൽ ഹസനത്തിൽ 10 ഇരട്ടി കിട്ടുമെന്നോ റസൂല്. ഒരു റുമാൻ നൽകി ഞങ്ങൾ കാത്തിരിപ്പാട് ഫലം കിട്ടണം 10 റുമാന്. രാവിലെ ഞങ്ങൾ ഒരു പാവം മനുഷ്യന് ഒരു റുമാൻ പഴം ദാനം ചെയ്തു. ഞങ്ങൾക്കറിയാം അള്ളാഹു അത് 10 ഇരട്ടിയായി തിരിച്ചു നൽകുമെന്ന്. പിന്നെ എങ്ങനെയോ 9 കൊണ്ട് ഞങ്ങൾ സമാധാനിക്കാൻ? അള്ളാഹുവിലുള്ള തഖ്വയും വിശ്വാസവും സൽമാൻ ആയുധം ഇതിനങ്ങളതെ. അള്ളാഹുവിനുള്ള തഖ്വയും വിശ്വാസവും സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ സംതൃപ്തനാക്കി. അല്പനേരം കുശലാന്വേഷണങ്ങൾ നടത്തി. സൽമാൻ റളിയല്ലാഹു അൻഹു അള്ളാഹു നൽകിയ ഹസനത്തിൽ നന്ദിയോട് നാവിനെ സ്തുതിച്ചുകൊണ്ട് അലി ഫാത്തിമ ദമ്പതികൾ ഇബാദത്തിൽ മുഴുകി. ഇതോടെ ഞങ്ങൾ ഈ കഥയ്ക്ക് വിരാമം കുറിക്കുകയാണ്. ഈ കഥയിൽ നിന്ന് എന്താണ് ഉൾക്കൊണ്ടതെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. അസ്സലാമു അലൈക്കും.